പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിട്ടും ജല അതോറിറ്റിക്ക് നിസ്സംഗത. മയ്യനാട് ചന്തമുക്കിന് സമീപത്താണ് ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. പൈപ്പ് പൊട്ടി കഴിഞ്ഞ 10 ദിവസത്തോളമായി കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുകയാണ്. മലിനജലവുമായി പൈപ്പ് വെള്ളം കൂടിക്കലരുന്നത് മൂലം സാംക്രമിക രോഗഭീതിയും വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് വയനാട് ചന്തമുക്കിലാണ്. ഈ ചന്തമുക്കിൽ ജല അതോറിറ്റിയുടെ ഒരു പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങി ഏകദേശം ഒരു 10-15 ദിവസമായി. ഇവിടെ നിർമ്മാണ പ്രവർത്തനമായി, റെയിൽവേ മേൽപ്പാലത്തിൽ നിർമ്മാണ പ്രവർത്തനമായി ഇവിടെ JCB വെച്ച് മാന്തലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ആ സമയത്ത് പറ്റിയതാണോ എന്താണെന്നറിയാൻ വയ്യ. ചന്തമുക്കിൽ ഏകദേശം 10 ദിവസമായിട്ട് 10,000 കണക്കിന് ലിറ്റർ വെള്ളം പാഴായിക്കൊണ്ടിരിക്കുക. നമ്മുടെ കേരള സർക്കാർ പറയുന്നതിൽ ഓരോ തുള്ളി വെള്ളവും നമ്മൾ സൂക്ഷിക്കണം, അത് വളരെ അമൂല്യമാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ വാട്ടർ അതോറിറ്റിക്ക് ഇത് മനസ്സിലാവണ്ടേ? വാട്ടർ അതോറിറ്റി ഓഫീസിൽ പലതവണ വിളിച്ചറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. മയ്യനാട് ചന്തമുക്കിൽ വാട്ടർ ലൈൻ പൊട്ടി ജലം ഒഴുകാൻ തുടങ്ങിയിട്ട് 10-15 ദിവസത്തോളമായി. ഓരോ തുള്ളി ജലവും അമൂല്യമെന്നാണ് നമ്മളെ സർക്കാർ പറയുന്നതെങ്കിലും വാട്ടർ അതോറിറ്റി കണ്ട ഒരു മട്ട് പോലും കാണിക്കുന്നില്ല. ഈ വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലൊക്കെ വിവരങ്ങളൊക്കെ അതോറിറ്റിയിൽ ബന്ധപ്പെട്ട് ഒരുപാട് പേര് വിളിച്ച് പറയുകയും ചെയ്തിട്ട് കണ്ട മട്ട് പോലും ഈ വാട്ടർ അതോറിറ്റി കാണിക്കുന്നില്ലെന്നുള്ളതാണ് നമുക്ക് ദയനീയമായ ഒരു അവസ്ഥ. ദിനംപ്രതി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം 50 മീറ്റർ അകലെയുള്ള റെയിൽവേ ട്രാക്കിന് സമീപത്തെ ഓടയിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. വേനൽ കടുക്കുന്നതോടെ ഏറ്റവുമധികം കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖല കൂടിയാണിവിടം. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.